ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. ജൂൺ 26. 1987 ഐക്യരാഷ്ട്രസഭ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായി ആരംഭിച്ച ഈ ദിനാചരണം ഇന്ന് 2026 എത്തിച്ചേരുമ്പോൾ കേരള സമൂഹം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭീഷണിയായി മയക്കുമരുന്ന് മാറിയിരിക്കും. അത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും, കുട്ടികളെ, യുവാക്കളെ, ലിംഗഭേദമില്ലാതെ മനുഷ്യരെ, സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട മനുഷ്യരെ ലഹരിയുടെ ഭീഷണി ഇന്ന് നേരിടുകയാണ്. അന്താരാഷ്ട്ര മാഫിയകൾ കേരളത്തിലേക്ക് മയക്കുമരുന്നിന്റെ വ്യാപനം വർദ്ധിപ്പിക്കുകയും അതെല്ലാ വിഭാഗങ്ങളും, എല്ലാ ജനങ്ങളെയും ഒരു ടാർഗറ്റ് ഗ്രൂപ്പാക്കി ഒരു മാഫിയ കേരള സമൂഹത്തിൽ പിടിമുറുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അധികാരത്തിലെത്തിയ പുതിയ ഗവൺമെന്റ് മുൻ സർക്കാരുകളുടെ പ്രവർത്തനത്തെ തുടരുന്നതോടൊപ്പം കൂടുതൽ അതിശക്തമായി തന്നെ മയക്കുമരുന്ന് ഭീഷണിയെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. ആദരണീയനായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരുടെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു പദ്ധതി, ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിപത്തിന്റെ വേര് പിഴുത് കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനാണ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലും കേരള പോലീസിന്റെ നേതൃത്വത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സംസ്ഥാന എക്സൈസ് സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിൻ, ആ ക്യാമ്പയിന് 4 പ്രധാനപ്പെട്ട പില്ലറുകളാണുള്ളത്. ഒന്ന് എൻഫോഴ്സ്മെന്റ് സൈഡ് എന്നത് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലാണ് ആ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കേരള എക്സൈസ് നടത്തി വരുന്നത്. അഭിമാനത്തോടെ പറയാൻ സാധിക്കും, മെയ് മാസം 28 മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ തണ്ടറിൽ 14,000-ൽ പരം കേസുകൾ, ഏകദേശം 15,000-ൽ പരം കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിൽ 1,300-ഓളം കേസുകൾ NDPS കേസുകളാണ്, ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ. 11,000-ൽ പരം കേസുകൾ, 12,000-നടുത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കോട്ട്പ കേസുകളാണ്, പുകയിലയുമായി ബന്ധപ്പെട്ട കേസുകൾ. ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതൽ സംസ്ഥാന എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഏകദേശം 6,000 കിലോയ്ക്കടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ ഇതുവരെ പിടിച്ചെടുത്തു കഴിഞ്ഞു. 5,000-ൽ പരം 11,000-ൽ പരം കോട്ട്പ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 265 കഞ്ചാവ് ചെടികൾ പിടിച്ചെടുക്കപ്പെട്ടു. അങ്ങനെ വളരെ വളരെ വലിയ തോതിൽ NDPS കേസുകളും അബ്കാരി കേസുകളും കോട്ട്പ കേസുകളും രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മയങ്ങില്ല കേരളത്തിന്റെ എൻഫോഴ്സ്മെന്റ് സൈഡായ ഓപ്പറേഷൻ തണ്ടർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവയർനെസ് സൈഡ് നിലവിൽ വിമുക്തിയിലാണ്. 31ഓളം എക്സൈസിന്റെ പ്രൊഫഷണലുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിൽ നിംഹാൻസിൽ ബാംഗ്ലൂരിൽ നിന്ന് പരിശീലനം നേടിയവരാണ്. അതോടൊപ്പം 100 കണക്കിന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ, പരിശീലനം കിട്ടിയവർ സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നു. 3ാമത്തെ പ്രധാനപ്പെട്ട പില്ലറായിരിക്കുന്ന ഡി അഡിക്ഷനാണ്. സംസ്ഥാനത്ത് 14 ഡി അഡിക്ഷൻ സെന്ററുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലാതല ഡി അഡിക്ഷൻ സെന്ററുകളെ എല്ലാ താലൂക്കുകളിലേക്കും വ്യാപിച്ച് 77 ഡി അഡിക്ഷൻ സെന്ററുകൾ സംസ്ഥാനത്താകമാനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നിലവിൽ എക്സൈസ് മുന്നോട്ട് പോകുന്നത്. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലർ എന്നത് റീഹാബിലിറ്റേഷനാണ്. നമ്മൾ നാളിതുവരെ ആളുകൾ എൻഫോഴ്സ്മെന്റിലൂടെ അറസ്റ്റിലാകും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഡി അഡിക്ഷന് വിധേയരാകും. പക്ഷെ ഡി അഡിക്ഷന് വിധേയരാകുന്ന ആളുകളെ സമൂഹവുമായി പുനഃസംയോജിപ്പിക്കുന്ന, അവരുടെ പുനഃസംവിധാനം ചെയ്യുന്ന, പുനരധിവസിപ്പിക്കുന്ന പദ്ധതികൾ നിലവിലില്ലായിരുന്നു. ഈ 4ാമത്തെ പ്രധാനപ്പെട്ട പില്ലർ റീഹാബിലിറ്റേഷൻ സൈഡ് ഏറ്റവും ശക്തമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്സൈസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ കർമ്മപദ്ധതി. അങ്ങനെ 4 സുപ്രധാനമായ തൂണുകളിൽ എൻഫോഴ്സ്മെന്റ്, അവയർനെസ്, ഡി അഡിക്ഷൻ, റീഹാബിലിറ്റേഷൻ സമൂഹവുമായുള്ള പുനഃസംയോജനം ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം,
ഇത്തവണത്തെ കേരള ബജറ്റിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരാളാണ് അദ്ദേഹം. നമ്മൾ എക്സൈസ് വകുപ്പിന്റെ പരിമിതിയിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു. ആകെ 5000 സ്റ്റാഫാണ് ഉള്ളത്. ഈ സ്റ്റാഫുകൾക്കുള്ള പോലീസ് സ്റ്റേഷനുകൾ, മോഡൽ റേഞ്ച് ഓഫീസുകളില്ല. സംസ്ഥാനത്ത് അറസ്റ്റിലാകുമ്പോൾ സബ്സ്റ്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ കിറ്റുകൾ നാളിതുവരെ ഉണ്ടായിരുന്നില്ല. ഈ ഐഡന്റിഫിക്കേഷൻ കിറ്റുകളില്ല. അറസ്റ്റിലാവുന്ന കേസുകൾ രാസപരിശോധനയ്ക്കായിട്ട് സ്റ്റേറ്റ് കെമിക്കൽ ലാബറട്ടറിക്ക് അയച്ചു കഴിഞ്ഞാൽ ആ കെമിക്കൽ ലാബറട്ടറിയിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വർഷങ്ങൾ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോ കൺവിക്ഷൻ റേറ്റ് കുറയും. ഇത് ഈ ബജറ്റിൽ അഡ്രസ് ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ റേഞ്ച് ഓഫീസുകളിലും സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റ് കൊണ്ടുവരാൻ വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തി. സംസ്ഥാനത്തെ ആദ്യത്തെ സ്റ്റേറ്റ് എക്സൈസ് കെമിക്കൽ ലാബറട്ടറിക്ക് വേണ്ടി പണം വകയിരുത്തി. സംസ്ഥാനത്ത് കേരളത്തിലെ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളും മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസ് ആക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തി. വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടായി. എക്സൈസിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ്, അവയർനെസ്, ഡി അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ പ്രോസസ് എന്നതിലെ പ്രാഥമിക കർത്തവ്യം എന്ന നിലയിൽ 5 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോടുള്ള അഗൈതവമായ കൃതജ്ഞത ഈ അവസരത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാന്യനായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എക്സൈസ് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ എക്സൈസ് കമ്മീഷണർ ശ്രീ സാംബശിവ റാവു IASന്റെ നേതൃത്വത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഈ രാജ്യത്താദ്യമായി ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഒരു റിപ്പോർട്ടിംഗ് പോർട്ടൽ ഇവിടെ ആരംഭിക്കുകയാണ്. കേരളത്തിൽ മയങ്ങില്ല കേരളം പോർട്ടൽ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്യപ്പെടുന്ന വിവരം കൂടി ഞാൻ ഈ പുരുഷാർത്ഥി ജനസമൂഹത്തെ അറിയിക്കുകയാണ്. നിങ്ങൾക്കൊരു വിവരം നൽകണമെങ്കിൽ, ഒരു ഫോണിലൂടെയാണ് വിളിച്ച് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ രഹസ്യാത്മകതയെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എക്സൈസ് സമ്പൂർണമായ രഹസ്യാത്മക ഉറപ്പുവരുത്തുന്ന പോർട്ടൽ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുന്നു. ഡി അഡിക്ഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. റിഹാബിലിറ്റേഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. എക്സൈസ് നിങ്ങളോടൊപ്പമുണ്ട്. ഞാനിവിടെ വാക്കുകൾ തെറ്റിപ്പിക്കുന്നില്ല. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ വേണ്ടിയാണ്. അതിന് നാം സമൂഹം ഒരുമിച്ച് നിൽക്കണം. എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ മാത്രം പോരാ, കുടുംബവും ഒരുമിച്ച് നിൽക്കണം, സമൂഹം ഒരുമിച്ച് നിൽക്കണം. മയക്കുമരുന്ന് മാഫിയക്കെതിരെ യോജിച്ചുള്ള പ്രവർത്തനം നടത്തണം. നമ്മുടെ ചതിക്കുഴികൾ വീണു പോയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച മനസ്സോടെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവർക്ക് ഉപദേശങ്ങൾ നൽകണം, അവരെ ഡി അഡിക്ഷൻ വിധേയമാക്കണം, അവരെ പുനരുദ്ധരിപ്പിക്കണം. ബഹുമാനായ ഭരത് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നമ്മളോടൊപ്പം സഹകരിക്കുകയാണ്. ശ്രീ ലാലേട്ടൻ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വരാൻ സാധിച്ചില്ല. ശ്രീ മേജർ രവിയാണ് എത്തിയത്. അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇനിഷ്യേറ്റീവിന് സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ലാലേട്ടനോടും മേജർ രവിയോടും വിശ്വശാന്തി ഫൗണ്ടേഷനോടുള്ള കൃതജ്ഞത കൂടി എക്സൈസ് മന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാമെന്ന് മാത്രം പറയുന്നു. അഭിവാദ്യങ്ങൾ.